ഗായ്സ്, ഈ കാണുന്ന കിളിയെ നിങ്ങൾക്ക് മനസ്സിലായ ഇതാണ് ഗ്ലോസ്റ്റർ കാനറി കേട്ടാ. ഈ കിളികൾ പറക്കാൻ വിഷമമുള്ള കിളികളാണെന്നാണ് പൊതുവെ എല്ലാവരും പറയാറ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതായത് ഓരോ ബേഡുകളുടെ കണ്ടീഷൻ അനുസരിച്ചാണ് അവർ പറക്കണ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ബേഡിൻ്റെ സൈസ് അനുസരിച്ചാണ് കേട്ടോ. ഇത് മീഡിയം സൈസ് ഗ്ലോസ്റ്ററാണ്, യൂറോപ്യൻ ഗ്ലോസ്റ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിനായിട്ട് ഹെവി സൈസ് ഗ്ലോസ്റ്റർ കാനറീസ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട്. നമ്മുടെ കയ്യിലും ഉണ്ടായിരുന്നു മുമ്പ്. കണ്ടില്ലേ, ഏകദേശം ഒരു 10 മീറ്ററിൻ്റെ അടുത്ത് താഴെ നീളമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അത് അത്രയും ദൂരത്തേക്കാണ് അത് പറന്നു പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പിടിക്കാം. അത് അവിടെ നിന്ന് വേണമെങ്കിൽ ഒന്ന് പറത്തി വിട്ട് നോക്കി നോക്കാം. അങ്ങോട്ട് വരുമെന്ന് അറിയില്ല, ക്യാമറയുടെ മുമ്പിലേക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഞങ്ങൾക്കിപ്പോൾ പറപ്പിച്ചെന്ന കാനറിയില്ലേ, ആ കാനറി നമ്മൾ ബാംഗ്ലൂർ കൊടുത്തുവിടാൻ പോവാണ്. നമ്മൾ പാക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ എങ്ങനെയാണ് കാണിച്ചു. ഞാനൊക്കെ സിമ്പിളായിട്ടാണ് പാക്കിങ് ചെയ്തത്. ട്രാവലിംഗ് കേജ് ഉണ്ടല്ലേ, ഈ ട്രാവലിംഗ് കേജിൽ നമ്മൾ ആദ്യം പേപ്പർ ഇട്ട് കൊടുക്കും. ആ പേപ്പർ ഇടുന്നതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കാല് താഴെ പോകുന്ന പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫുഡ് ഇടുക അതിനുള്ളിൽ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ആ ഫുഡും താഴെ പോകാൻ പാടില്ല. സൈഡിൽ ഒരു കവറിങ് കൊടുക്കുക. ഇതിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പറയുന്നത് പേപ്പർ ചൊട്ടിക്കാനുള്ളതാണ്. കിട്ടുമല്ലോ. അതിങ്ങനെ പേപ്പർ ചൊട്ടി കഴിഞ്ഞാൽ ഈ പേപ്പറും കുറച്ച് നിൽക്കും, ഈ ഫുഡ് ഇതിന് തെറിച്ച് പോകാതെ കുറേ ഇതിൻ്റെ മുകളിൽ കൊട്ടി പിടിച്ചിട്ടുണ്ടാവും. കിളികളുടെ ചിറകും അധികം കാര്യം കൊട്ടി പിടിക്കില്ല. കാരണം അത് അതിനെ ഫ്ലോർ മിക്കാൻ ഇങ്ങനെ നെറ്റിംഗ് വരില്ല. നമുക്ക് വല്ലാണ്ട് കൊട്ടി പിടിക്കുന്നില്ല. അതിന് മാത്രം പശമില്ല. അതാണ് മെയിൻ കാര്യം. നല്ല കുക്കുമ്പെടുത്തുണ്ട്. വാട്ടർ കടക്കണമെങ്കിൽ തന്നെ ട്രാവലിംഗിൽ ഇതായിരിക്കുമ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം കിട്ടും ഇത് തന്നെ. അപ്പോൾ നല്ല കുക്കുമ്പർ നല്ല കാനുള്ള പീസോടെ കൊടുക്കുക. കാരണം കഴിക്കുക കുറച്ചധികം ജനിക്കുന്നത് കിളിയെ പിടിക്കുക, ഇടുക, അതിന് ടാഗറ്റ് കെട്ടി ഫുൾ പാക്ക് ചെയ്യുക. അത് തന്നെ നമ്മുടെ റെഡ് വേടത്തിണ്ട്. റെഡിനെ നമ്മൾ കൂട്ടി കിട്ടും. സിമ്പിളാണ് ഇവരെ പിടിക്കാൻ. അഗ്രഷൻ ഇല്ലാത്ത കാരണം കൊണ്ടും കടിച്ച വേനെടുക്കാത്ത കാരണം കൊണ്ടും സ്വസ്ഥമായിട്ട് പിടിക്കാം. അത് നമ്മുടെ മൊസൈക്കിനെ പിടിച്ചുകൂടാ. മൊസൈക്ക് മെയിലാണ്. നമ്മുടെ ഗ്ലോസ്റ്ററിനെ പിടിച്ചുകൂടാ. കണ്ടില്ലേ, സിമ്പിളായിട്ട് അവരെ പിടിച്ച് പാക്ക് ചെയ്തു. കണ്ടില്ലേ, ഇനി നമ്മൾ ടാഗ് വെച്ചിട്ട് കെട്ടി കൊടുക്കും. അപ്പോൾ പിന്നെ ഡോർ തുറക്കില്ലേ. ഓക്കെ, കണ്ടാ വയറ്റൊക്കെ കെട്ടി. പിന്നെ നമ്മൾ ഇതിനെ ഫുള്ള് പേപ്പർ കൊണ്ട് കവർ ചെയ്യാൻ പോകണം. പേപ്പർ കവർ ചെയ്ത് കഴിഞ്ഞാൽ പുറമേ നിന്നുള്ള ആൾക്കാർ ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ നോക്കി പിടിക്കാൻ വേണ്ടി ഉണ്ടാവില്ല. ബേഡിന് പാനിക്കാൻ വേണ്ട സ്വസ്ഥമായിട്ട് അവരിക്കും. അതൊക്കെ അതിന് ഗുണം. പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റടിക്കാൻ കുറയും, തണുപ്പ് കുറയും. അതായത് നമ്മൾ പേപ്പറിൽ എയർ ഹോൾ ചെയ്ത് കൊടുക്കുക. എയർ ഹോൾ ചെയ്തിട്ട് മുകളിൽ ഫുഡ് ഇടാനായിട്ട് നമ്മൾ പേപ്പർ കൊടുക്കും. അപ്പോൾ അവർക്ക് ശ്വാസം കിട്ടും ചെയ്യും. ഫുഡ് ഇട്ട് എടുക്കാം. അതാ ഫുൾ പാക്കിങ് കഴിഞ്ഞു. നമ്മൾ നോക്കി കിളികളുടെ കാലോ മറ്റെവിടെയൊക്കെ കത്തിയോ അല്ലെങ്കിൽ കൊണ്ടു കഴിഞ്ഞാൽ വലിയ ഡാമേജ് പറ്റും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതില്ലേ, പാക്കിംഗ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. ഇത്ര ഹോൾ കണ്ടോ, 2 സൈഡ് ഹോൾ, ടോപ്പിൽ ഹോൾ ഇട്ടുണ്ട്. നമുക്ക് ഇതിനെ കാണാം. നമ്മുടെ കാനറീനെ പാക്ക് ചെയ്ത് സെറ്റപ്പ് ആക്കി ഇന്നൊരു ബാംഗ്ലൂർക്ക് പോവാണ്. അവിടെയാണ് നമ്മൾ പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ വെറൈറ്റി ഫിഞ്ചസും മറ്റ് വെറൈറ്റി കാനറികളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ ബേഡുകൾ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.